പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലീശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം, ശ്രീഗുരുവായൂരപ്പാ ശരണം, ശ്രീഗുരുവായൂരപ്പാ ശരണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. പ്രളയ പയസിധാതുസുപ്തശക്തേർമുഖേഭ്യ ശ്രുതിഗണമവനീതം പ്രത്യുപാദത്തഃ ത്വാ നിജമഗസൈര്യോ ബ്രഹ്മസത്യം വൃതാനാം തമഖിലമഖിലഹേതും മമീനം നതോസ്മി. പ്രളയജലത്തിൽ വസിക്കുന്ന മായാ മത്സ്യരൂപിയായിട്ടുള്ള ശ്രീഹരിയെ നമസ്കരിച്ചുകൊണ്ട് ആണ് അഷ്ടമസ്കന്ധം അവസാനിപ്പിക്കുന്നത്. നവമസ്കന്ധത്തിലെ ഈശാന കഥയെ വർണ്ണിക്കുന്നു. വൈവസ്വതനുവിന്റെ വംശത്തെ വർണ്ണിച്ചുകൊണ്ട് സുദ്ദന്റെ ചരിത്രം ആണ് ആദ്യത്തെ അധ്യായത്തിലെ പറയുന്നത്. പരീക്ഷിത് രാജാവ് ഇവിടുന്ന് ശേഷുവിനോട് ചോദിച്ചു. അവിടുന്ന് പ്രകാരം പറഞ്ഞു. ഇപ്പോൾ വർണ്ണിച്ചതായിട്ടുള്ള സർവമന്വന്തരങ്ങളും അതിൽ ഭഗവാന്റെ പരാക്രമങ്ങളും ഞാൻ ശ്രദ്ധിച്ചു. ദ്രാവിഡദേശങ്ങളുടെ അധിപനും സത്യവതനും സുപ്രസിദ്ധനുമായിട്ടുള്ള ഈ രാജർഷി മത്സ്യമൂർത്തിയായി അവതരിച്ച് ഭഗവാനെ സേവിച്ചത് കാരണം കഴിഞ്ഞ കൽപ്പത്തിൽ ആത്മജ്ഞാനം നേടിയോ. ആ സത്യവതൻ തന്നെയാണ് സൂര്യപുത്രനായിട്ടുള്ള വൈവസ്വതമനു ആയി ഭവിച്ചതെന്നും അങ്ങയിൽ നിന്നും ശ്രവിച്ചു. ഇക്ഷ്വാകു മുതലായ രാജാക്കന്മാരെ വൈവസ്വതമനുവിന്റെ പുത്രന്മാരാണെന്നും അവിടുന്ന് പറഞ്ഞു. അവരുടെ വംശത്തെയും ആ വംശത്തിൽ ജനിച്ച മറ്റുള്ളവരുടെയും ചരിത്രം നിരന്തരം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ആ വംശത്തിന് മുമ്പേ ജനിച്ചവരാരൊക്കെ, ഇപ്പോൾ ഉള്ളവരാരൊക്കെ, ഇനി വരാൻ പോകുന്നവരാരൊക്കെ, പുണ്യകീർത്തി സമ്പാദിച്ചിട്ടുള്ള അവരുടെ പരാക്രമങ്ങളെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇത്രയും പറഞ്ഞപ്പോഴേ ദൃശ്യവസ്തുനായിട്ടുള്ള സൂതൻ ശൗനകാദികളോട് പരീക്ഷത്തെ പ്രകാരം ചോദിച്ചപ്പോഴ് ശീശുവരെ പറഞ്ഞത് പ്രകാരമുള്ള കഥയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. വേദജ്ഞന്മാരുടെ സദസ്സിൽ വെച്ച് പരീക്ഷിത് രാജാവ് ഇങ്ങനെ ചോദിച്ചപ്പോഴ് പരമധർമ്മത്തെ നന്നായിട്ട് അറിഞ്ഞിട്ടുള്ള ഭഗവാൻ ശുഗര് പ്രകാരം പറഞ്ഞു തുടങ്ങി. സൂയതാം മാനവോംശം പ്രാചുരീയേണ പരന്തവ ന ശക്യതേ വിശ്രുതോക്തും വർഷയതൈരവീം. ഹേ പരന്തവ, മനുവംശത്തിൽ പ്രധാനപ്പെട്ടവരുടെ ചരിത്രം പറയാം, കേൾക്കൂ. എല്ലാവരുടെ ചരിത്രം വിസ്തരിക്കാൻ 100 നൂറ്റാണ്ടുകൾ കൊണ്ടും സാധിക്കുകയില്ല. ഉത്കൃഷ്ടങ്ങളും നികഷ്ടങ്ങളുമായിട്ട് ബാഹ്യത്തിൽ കാണപ്പെടുന്ന സർവഭൂതങ്ങളുടെയും ആത്മാവായിരിക്കുന്ന പരമകൃഷ്ണനാരോ അവൻ തന്നെയാണ് കൽപ്പാവസാനത്തിൽ വിശ്വമായിട്ട് ഭവിച്ച് അന്യമായിട്ട് ഇവിടെ യാതൊന്നുമില്ല. അവന്റെ നാഭിയിൽ നിന്നും പ്രകാശമുള്ള ഒരു താമര മുട്ടുണ്ടായി. ആ മുട്ടിൽ നിന്നും ബ്രഹ്മദേവൻ ജനിച്ചു. ബ്രഹ്മദേവന്റെ മനസ്സിൽ നിന്നും മരീചിയും, മരിയിൽ നിന്ന് കശ്യപനും ജനിച്ചു. കശ്യപന്റെ പത്നി ദക്ഷപുത്രിയായിട്ടുള്ള അതിഥിയിൽ കശ്യപന് വിവസ്വാൻ എന്നൊരു പുത്രനുണ്ടായി. വിവസ്വാന് പത്നിയായിട്ടുള്ള സംജ്ഞാദേവിയിൽ സാധദേവൻ എന്ന പേരായിട്ടുള്ള വൈവസ്വതമനു ഉണ്ടായി. ആ വൈവസ്വതമനുവിന്റെ പത്നിയാണ് ശ്രദ്ധാദേവി. ആ ശ്രദ്ധാദേവിയിൽ 10 പുത്രന്മാരെ ജനിപ്പിച്ചു. ഇക്ഷ്വാകു, നൃഗൻ, ശയ്യാദി, ദിഷ്ടൻ, ദൃഷ്ടൻ, കരുഷ്ടകൻ, നരിഷ്യന്തൻ, വൃഷധ്രൻ, നഭകൻ, കവി, ഇങ്ങനെ 10 പേരാണ്. മനുവിന് കുട്ടികളില്ലാത്തതിനാല് ആദ്യം വസിഷ്ഠ മഹർഷിയെ കണ്ട് മിത്രാവരന്മാരെ പ്രീതിപ്പെടുത്താനുള്ള പുംസവന യാഗം ചെയ്യിച്ചുവല്ലോ. ആ യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴേ പയോവ്രതം അനുഷ്ഠിച്ച
മനുപത്നിയായിട്ടുള്ള ശ്രദ്ധാദേവി ഹോതാവിന്റെ അടുത്ത് എന്നിട്ട് എനിക്ക് ഒരു കന്യകയെ ലഭിക്കാൻ വേണ്ട സങ്കല്പം ചെയ്യണം എന്ന് യാചിച്ചു. അത്യുരു ഹോതാവിനോട് ഇപ്രകാരം ഹോമിക്കാൻ പ്രേരിപ്പിച്ചു. ഹോതാവ് മനസ്സിനെ ഏകാഗ്രമാക്കി ധ്യാനിച്ച് ഓംപ്രകാരത്തെ നന്നായിട്ടറിയുന്ന ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ വഷത്കാരം ഉച്ചരിച്ചുകൊണ്ട് ഹവിസ് അഗ്നിയിൽ ഹോമിച്ചു. യജമാനായിട്ടുള്ള മനു പുത്രനുണ്ടാകണമെന്നും യജമാനപത്നിയായിട്ടുള്ള ശ്രദ്ധാദേവി പുത്രി ഉണ്ടാകണമെന്നുമാണ് സങ്കല്പിച്ചത്. ഈ സങ്കല്പ വിദ്യാർത്ഥ ജനിച്ച സന്താനം സ്ത്രീയായിരുന്നു. ഇള എന്ന് ആ കുട്ടിക്ക് പേര് നിശ്ചയിച്ചു. സന്താനമില്ലെന്നുള്ള ദുഃഖം തീർന്നുവെങ്കിലും മനുവിന് സന്തോഷമുണ്ടായില്ല. അദ്ദേഹം നേരെ വസിഷ്ഠനടുത്ത് എന്ന് പറഞ്ഞു, വേദവിത്തുക്കളായിട്ടുള്ള നിങ്ങൾ നടത്തിയുണ്ടായ കർമ്മം സങ്കല്പത്തിന് വിപരീതമായി തീർന്നിരിക്കുന്നു. മഹാകഷ്ടമായി പോയി. നിങ്ങൾക്ക് ഇപ്രകാരം മന്ത്രവിദ്യാസം സംഭവിക്കാൻ പാടില്ല. നിങ്ങൾ മന്ത്രവും മന്ത്രാർത്ഥവും നന്നായിട്ട് അറിയുന്നവരും ഇന്ദ്രിയ നിഗ്രഹമുള്ളവരും തപസ്സുകൊണ്ട് സകല പാപങ്ങളും നശിപ്പിച്ചവരുമാണ്. സത്വഗുണപ്രധാനികളായിട്ടുള്ള ദേവന്മാരിൽ അസത്യം കാണപ്പെടുന്നത് പോലെ ഈ സങ്കല്പവിഷം എങ്ങനെ സംഭവിച്ചു? മനുവിന്റെ ഈ വാക്കു കേട്ടപ്പോൾ വസിഷ്ഠൻ ജ്ഞാനശ്രവണ്ട് ചിന്തിച്ചു. ഹോതാവിന്റെ വിപരീത സങ്കല്പമാണ് ഇതിന് കാരണം എന്ന് കണ്ട് മനുവിനോട് പറഞ്ഞു, സങ്കല്പത്തിന് വിപരീതമായിട്ടുള്ള ഫലം കണ്ടതിന് കാരണം അങ്ങയുടെ ഹോതാവിന്റെ വിപരീത സങ്കല്പമാണ്. എങ്കിലും അങ്ങ് കുണ്ഠിതപ്പെടേണ്ട, എന്റെ സങ്കല്പം കൊണ്ട് അങ്ങക്ക് ഈ സ്ത്രീ പ്രജയെ പുരുഷപ്രജയാക്കി തരാം. വസിഷ്ഠൻ ആദിപുരുഷനായിട്ടുള്ള ശ്രീനാരായണനെ സ്തുതിച്ചു. ഭക്തന്മാരുടെ സന്താപങ്ങളെ ഹരിക്കുന്നവനായ ശ്രീനാരായണൻ അത് ആ വരം അങ്ങോട്ട് പ്രദാനം ചെയ്തു. സുദ്യുമ്നൻ ഇളനായി, സുദ്യുമ്നൻ എന്ന പേരിൽ പ്രസിദ്ധനായി. യുവാവായിട്ടുള്ള സുദ്യുമ്നൻ ഒരു ദിവസം മന്ത്രിമാരോടും കൂടി സിന്ധിയത്തിൽ ജനിച്ച കുതിരപ്പുറത്ത് കയറി വനത്തിൽ നായാട്ടിന് പുറപ്പെട്ടു. മനോഹരമായിട്ടുള്ള വില്ല് ശരങ്ങളൊക്കെ ധരിച്ചിട്ടാണ് പോയത്. അങ്ങനെ മൃഗങ്ങളുടെ പിന്നാലെ പോയി വടക്ക് കൊണ്ടുപോയി ഭഗവാൻ ശ്രീപാർവതിയോടുകൂടി യമിച്ചുകൊണ്ടിരിക്കുന്ന മേരുവിൻ്റെ താഴ്വാരത്തിലുള്ള വനത്തിൽ രാജകുമാരങ്ങളുടെ പ്രവേശിച്ചു. കഷ്ടം തന്നെ. സുദ്യുമ്നൻ വനത്തിൽ പ്രവേശിച്ച മാത്രമേ തന്നെ സുദ്യുമ്നനും അശ്വവും സ്ത്രീരൂപമായി തീർന്നു. തഥാ തദനുകാസർവ്യാത്മലിംഗ വിപരീയം. അതുപോലെ തന്നെ കൂടെ ചെന്നതായിട്ടുള്ള മറ്റുള്ളവരും സ്ത്രീകളായി മാറി. അവരെല്ലാം മുഖ്യതരായി പരസ്പരം നോക്കി. ഇപ്പോഴാണ് പരീക്ഷിത്ത് ചോദിച്ചത്, കഥമേവം ഗുണോദേശക്കേന വാ ഭഗവൻ കൃത കസ്മീനം സമാജസ്വപരം കൗതൂഹലം ഹിനാം. ഈ വിധത്തിലുള്ള ഗുണത്തോടു കൂടിയിട്ടുള്ള ഈ എങ്ങനെ ഈ ദേശം ഉണ്ടായി, ഇത് ആരാൽ നിശ്ചയിക്കപ്പെട്ടതാണ്? ഈ ചോദ്യത്തിന് സമാധാനം പറയണം. കാരണം അറിയാൻ ഞങ്ങൾക്കും അധികം കൗതുകമുണ്ട്. ശിശുവരെ പ്രകാരം പറഞ്ഞു തുടങ്ങി. സ്വന്തം ശരീരശോഭ കൊണ്ട് ദിക്കുകളെയും അന്ധകാരത്തെയും മറ്റ് പ്രകാശങ്ങളെയും ദൂരീകരിച്ചുകൊണ്ട് ശോഭയുള്ളതാക്കി തീർക്കുന്ന സുഹൃതന്മാരായിട്ടുള്ള മനികള് ശ്രീ ശിവനെ കാണാനായിട്ടൊരിക്കൽ ആ ദേശത്ത് വന്നെത്തി. ആ സമയത്ത് താൻ വിലോക്യ അംബികാദേവിയോ ആസാവരീഡിതാവൃശം ഭർത്തരങ്കാൽ സമുത്ഥായ ദേവിയും ആശ്രതാൽ വിവസ്ത്രനെ ഭർത്താവിന്റെ മടിയിലിരിക്കുന്ന ശ്രീ അംബികാദേവി മഹർഷിമാരെ കണ്ടപ്പോൾ വളരെ ലജ്ജിതയായി മടിയിൽ നിന്ന് എണീറ്റ് വസ്ത്രമെടുത്ത് ധരിച്ചു. വിഷയസുഖത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പാർവതീപരന്മാരെ കണ്ടപ്പോൾ ഋഷികള് ഉടനെ അവിടെ നിന്നും സ്ഥലം വിട്ടു നരനാരായണാശ്രമത്തില് ബദരിയിലേക്ക് പോയി. ശിവൻ പ്രിയായിട്ടുള്ള പാർവതി ദേവിയെ സന്തോഷിപ്പിക്കാനുള്ള താല്പര്യത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞു, ഈ സ്ഥാനത്ത് ഏതൊരു പുരുഷൻ പ്രവേശിക്കുന്നുവോ അവൻ നിശ്ചയമായും സ്ത്രീയായിട്ട് മാറും. ദുരശാപത്തിന് ശേഷം ആ വനത്തിൽ കടക്കുന്ന പുരുഷൻ സ്ത്രീയായി പോകും എന്ന് അറിയാവുന്ന പുരുഷന്മാരാരും അവിടെ പ്രവേശിക്കാറില്ല. ദുരശാപം എല്ലായിടത്തും പ്രസിദ്ധമായി.
ഇക്കഥ അറിയാതെ വനത്തിൽ കിടന്ന് സ്ത്രീയായി മാറിയ സുദ്യുമ്നൻ തന്റെ അനുജന്മാരോടൊപ്പം വനത്തിലാകെ ഇങ്ങ് സഞ്ചരിച്ചു. സ്ത്രീകളായ അനുയായിയോടൊപ്പം ബുധന്റെ ആശ്രമത്തിന്റെ സമീപത്ത് എന്ന ഇളയെ ബുധൻ കണ്ടു, മോഹിച്ചു. അതേപോലെ തന്നെ ഇള ബുധനെയും പതിയായി കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ബുധന് ഇളയിൽ പൂരരഹസ്യ എന്നായിട്ടുള്ള ഒരു പുത്രൻ ജനിച്ചു. തന്റെ സ്ത്രീത്വം മാറ്റണം എന്ന് സുദ്യുമ്നൊരു മോഹം വന്നു. അതുകൊണ്ട് സുദ്യുമ്നൻ വസിഷ്ഠ മഹർഷിയെ, കുശലാചാര്യനായിട്ടുള്ള വസിഷ്ഠ മഹർഷിയെ സ്മരിച്ചു. വസിഷ്ഠ മഹർഷി അവിടെ വന്നു ആഗതനായി. അവന്റെ അവസ്ഥ കണ്ടിട്ട് കാരുണ്യ നിമിത്തം വലുതായ ദുഃഖമുണ്ടായി. സുദ്യുമ്നൻ പുരുഷനായി തന്നെ ഇരിക്കണമെന്ന് വസിഷ്ഠ മഹർഷി ആഗ്രഹിച്ചു. മഹാദേവനെ സ്തുതിച്ചു. മഹാദേവൻ വസിഷ്ഠന്റെ സ്തുതിയിൽ സന്തുഷ്ടനായി. ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ഇഷ്ടം സാധിച്ചു കൊടുക്കുന്നതിനും പാർവതിക്ക് കൊടുത്തതായിട്ടുള്ള വരം പാലിക്കുന്നതിനുമായിട്ട് ഇങ്ങനെ പറഞ്ഞു. മാസം പുമൻ സഭവിതാം മാസം സ്ത്രീ തവ ഗോത്രജ ഇത്തം വ്യവസ്ഥയാ രാമം സുദ്യുമ്നോവതമേദിനിയും. അങ്ങനെ പുത്രനായിട്ടുള്ള ഇവൻ ഒരു മാസം പുരുഷനായിട്ടും ഒരു മാസം സ്ത്രീയായിട്ടും ഇരിക്കും. പ്രകാരം ഭൂമിയെ പാലിക്കട്ടെ. ആചാര്യന്റെ അനുഗ്രഹത്താല് വ്യവസ്ഥപ്രകാരം തനിക്ക് ഇഷ്ടപ്പെട്ടതായ പുരുഷരൂപം കിട്ടിയതിനാൽ ഭൂമിയെ പരിപാലിച്ചുവെങ്കിലും സ്ത്രീയായി ഭവിക്കുന്ന മാസത്തിൽ ലജ്ജ നിമിത്തം പുറത്തു വരാതിരുന്നു. അതിനാൽ പ്രജകൾ അദ്ദേഹത്തെ മാനിച്ചില്ല. ഇപ്പോ ഇളനും എന്ന് പറയുന്ന സുദ്യുമ്നും തയ്യച്ചൽ ആണും പെണ്ണും അല്ലാതായി തീർന്നുള്ളതാണ്. ഇളന് സുദ്യുമ്നന് ഉൽക്കലൻ, ഗയൻ, ഭീമലൻ എന്ന 3 പുത്രന്മാരുണ്ടായി. അവര് തെക്ക് ഭാഗത്തുള്ള രാജ്യങ്ങളെ പരിപാലിച്ചു. വളരെ ധർമ്മിഷ്ഠന്മാരായിരുന്നു അവര്. തതപരിണിതേ കാലേ പ്രതിഷ്ഠാനപതി പ്രഭു പൂരുരവസൗത്സൃജ്യാംപുത്രായ ഗതോവനം. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. വാർദ്ധക്യം അതിക്രമിച്ചപ്പോൾ ഭൂമണ്ഡലത്തിന്റെ അധിപനായിട്ടുള്ള സുദ്യുമ്നൻ പൂരുരവസനെ ഭരണം ഏൽപ്പിച്ച് കാട്ടിൽ തപസ്സിനായിട്ട് പോയി. ഇതോടുകൂടി ഇളോപാഖ്യാനം 1-ാമത്തെ അധ്യായം ഇവിടെ അവസാനിച്ചു. 2-ാമത്തെ അധ്യായം വൃഷത്ര കരുഷാദി വംശത്തെ വർണ്ണിക്കുന്നതാണ്. ഇവിടെ ശ്രീശുകൻ പറയാണ്, ഇവങ്കതേ സുദ്യുമ്നേ മനോ വൈവസ്വതസ്വതേ പുത്രകാമസ്തവസ്തേവീയമുനായാം ശതം സമാം. സുദ്യുമ്ന പ്രകാരം വനത്തിലേക്ക് പോയപ്പോൾ വൈവസ്വതമനു പുത്രന്മാരുണ്ടാകണമെന്ന് സങ്കല്പിച്ചുകൊണ്ട് യമുനാനദിയുടെ തീരത്ത് തപസ് ചെയ്തു. സുദ്യുമ്നൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് മനു പ്രഭുവായിട്ടുള്ള ശ്രീഹരിയെ സന്താനലാഭത്തിനായിട്ട് യജിച്ചു. അതിന്റെ ഫലമായി തന്നോട് സദസ്യന്മാരായിട്ടുള്ള 10 പുത്രന്മാരുണ്ടായി. അവരിൽ ജ്യേഷ്ഠപുത്രനാണ് ഇക്ഷ്വാകു. മനുപുത്രനായിട്ടുള്ള പുരുഷത്തിനെ വസിഷ്ഠൻ പശുക്കളെ പാലിക്കുന്ന കാര്യത്തിനായിട്ട് ഏർപ്പെടുത്തി. അദ്ദേഹം രാത്രി ഉറക്കമിളിച്ചും വീരാസനത്തിലിരുന്നും മനസ്സിരുത്തി പശുക്കളെ നന്നായിട്ട് സംരക്ഷിച്ചു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം രാത്രി സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. ഒരു പുലി ആ പശുത്തൊഴുത്തിൽ പ്രവേശിച്ചു. അതിനെ കണ്ട് അവിടെ കിടന്നിരുന്നായിട്ടുള്ള പശുക്കള് 4 പാടും ഓടി. അതിൽ ആ പുലിയാണെങ്കിൽ ഒരു പശുവിനെ പിടികൂടി. അത് ഭയന്ന് നിലവിളിച്ചു. അതിന്റെ കരച്ച് കേട്ട് പുരുഷത്തൻ ആ പശുത്തൊഴുത്തിന് സമയത്തേക്ക് ഓടിച്ചെന്നു. നല്ല കൂരിരുട്ടാണ്, അർദ്ധരാത്രി സമയമാണ്. നക്ഷത്രത്തിന്റെ പ്രകാശം പോലുമില്ല. തിരിച്ചറിയാൻ കഴിയാതെ പുലിയാണെന്ന് കരുതി വാളെടുത്ത് വെട്ടിയത്. പുലിക്ക് പകരം കപിലപ്പശുവിന്റെ ശിരസ്സാണ് മുറിച്ചത്. വാളിന്റെ അഗ്രം കൊണ്ട് വ്യാഘ്രത്തിന്റെ ചെവിയും മുറിഞ്ഞിരുന്നു. അത് വഴിനീളെ രക്തമൊലിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. വ്യാഘ്രത്തെ സംഹരിച്ചതെന്ന് സമാധാനിച്ചു. വൃഷഭൻ രാത്രി കഴിഞ്ഞപ്പോൾ തന്നാൽ കപിലപ്പശുവാണ് കൊല്ലപ്പെട്ട് കിടക്കുന്നത് കണ്ട് വളരെ ദുഃഖിച്ചു. അതറിയാതെ അപരാധം ചെയ്തതാണെങ്കിലും കുലഗുരുവായിട്ടുള്ള വസിഷ്ഠൻ
പുഷധ്രനെ ശപിച്ചു. ഗോഹത്യാപാപം ചെയ്ത നീ ഒരു ക്ഷത്രിയനോ ക്ഷത്രിയാധമനോ പോലും ആവുകയില്ല, നീ ഒരു ശൂദ്രനായി ഇരിക്കും. വീരനായിട്ടുള്ള പുഷധ്രൻ ഗുരുവിന്റെ ശാപം കേട്ട് ദുഃഖിക്കാതെ തൊഴുതും കൊണ്ട് ഗുരുവിന്റെ ശാപത്തെ സ്വീകരിച്ചു. അതിനുശേഷം മുനിമാരുടെ ഇഷ്ടവ്രതമായിട്ടുള്ള ഭഗവത് ഭജന വ്രതം സ്വീകരിച്ചു. വാസുദേവി ഭഗവതി സർവാത്മനി പരേ അമലേ ഏകാന്തിത്വം കൃതോ ഭക്ത്യാ സർവഭൂതങ്ങളുടെയും സുഹൃത്തം, അവരുടെ സുഖദുഃഖങ്ങൾ തൻ്റെ സുഖദുഃഖമായി കരുതുന്നവനും നിർവികാരനും സർവോത്കൃഷ്ടനും സർവാത്മാവുമായിട്ടുള്ള ഭഗവാൻ വാസുദേവനിൽ പരമഭക്തി നിമിത്തം അന്യവിചാരമില്ലാത്തവനും ഭഗവാനെ മാത്രം സർവാത്മന ഭജിക്കുന്നവനുമായി തീർന്നു. വിമുക്തസംഘ ശാന്താത്മാ സംയതാക്ഷോ അപരിഗ്രഹ യശോപന്നേന കൽപ്പേന വൃത്യമാത്മന, എല്ലാ സംഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടവനും ശാന്തമായും ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവനും അപരിഗ്രഹത്തോടു കൂടിയവനും യശയാ വന്നു ചേരുന്നത് കൊണ്ട് ശരീരം നിലനിർത്തുന്നവനുമായിട്ട് ഭവിച്ചു. പരമാത്മാവായിട്ടുള്ള ഭഗവാനിൽ മനസ്സിനെ ഇളക്കം കൂടാതെ ഉറപ്പിച്ചു. പരമാത്മജ്ഞാനത്തിൽ പൂർണ്ണ തൃപ്തനായി മനസ്സിനെ അടക്കിയവനായി ജഡൻ, അന്ധൻ, ബധിരൻ എന്നിവരെ പോലെ ഭൂമിയിൽ സഞ്ചരിച്ചു. ദാവാഗ്നിമുത്ഥിതം ദീനവ്യക്തകരണോ ബ്രഹ്മപ്രാപവരം മുനി. ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ മുനി ഒരു വനത്തിൽ പ്രവേശിച്ചു. അവിടെ നല്ലൊരു കാട്ടുതീ കത്തിജ്വലിക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് തന്റെ ശരീരത്തെ അങ്ങോട്ട് കയറ്റി, എന്നിട്ട് ശരീരം അങ്ങോട്ട് ദഹിപ്പിച്ചു. പരബ്രഹ്മത്തിൽ അദ്ദേഹം ജയിച്ചു. കവിക്കനിയൻ വിശേഷ സ്പൃഹോ വിസൃജ്യ രാജ്യം സഹബന്ധഭൈർവനം നിവേശത്തെ പുരുഷം സരോജിഷം ദേശകൈശോരവയാ പരംഗത. ഇക്ഷ്വാകു മുതലായ ഒരു കനിഷ്ഠനായിട്ടുള്ള ഇളവനായ കവി ചെറുപ്പത്തിൽ തന്നെ ലൗകിക വിഷയങ്ങളിൽ ആഗ്രഹമില്ലാത്തവനായിരുന്നു. അതിനാൽ ബന്ധുക്കളെയും രാജ്യത്തെയും ഉപേക്ഷിച്ച് വനത്തിൽ ചെന്ന് തപസ് ചെയ്തു. സ്വന്തം ശരീരത്തെ കുട്ടികളുടെ ശരീരം പോലെ പ്രകാശമുള്ളതാക്കി തീർത്തു. ആ പരമപുരുഷന്റെ ഹൃദയത്തിൽ ഉറപ്പിച്ച് പരമപുരുഷനിൽ ലയിച്ചു. പിന്നെ കരുഷൻ മാനവാഹങ്കാരുഷക്ഷത്രജാതയ ഉത്തര പഥകോത്താരോ ബ്രഹ്മണ്യോ ധർമ്മവത്സലാം. മനുപുത്രനാട്ടിലെ കരുഷന് ഉത്തരദേശങ്ങളെ രക്ഷിക്കുന്നവരും ബ്രാഹ്മണ ഭക്തന്മാരും ധർമ്മിഷ്ഠന്മാരും കരുഷന്മാരും എന്നറിയപ്പെടുന്ന ക്ഷത്രിയ ജാതികളുണ്ടായി. പിന്നെ ധാഷ്ടമോക്ഷത്രം ബ്രഹ്മഭൂയം ക്ഷദ്ഗതം ചിതവും നൃഗസ്യ വംശ സുമതിൽ ഭൂതജ്യോതിസ്തോവസു. മനുവിന്റെ മറ്റൊരു പുത്രനായിട്ടുള്ള ധൃഷ്ടനിൽ നിന്ന് ധാഷ്ടന്മാരെന്നറിയപ്പെടുന്ന ക്ഷത്രിയവർഗമുണ്ടായി. എന്നാൽ അവര് ബ്രാഹ്മണരായിട്ട് ഭവിച്ചു. നൃഗന്റെ പുത്രൻ സുമതി, സുമതിയുടെ പുത്രൻ ഭൂതജ്യോതിസ്, അവനിൽ നിന്ന് വസു ജനിച്ചു. വസുവിന് പ്രതീകൻ എന്നൊരു പുത്രനുണ്ടായി. പ്രതീകന് ഓഘവാൻ എന്നൊരു പുത്രനുണ്ടായി. ഓഘവാന്റെ പുത്രനും ഓഘവാൻ തന്നെ. കൂടാതെ ഓഘവതി എന്നു പേരുള്ള ഒരു കന്യകയും ഉണ്ടായി. ഈ ഓഘവതിയെ സുദർശൻ വിവാഹം ചെയ്തു. മനുപുത്രനായിട്ടുള്ള നരിഷ്യൻ തന്നെ ചിത്രസേൻ എന്ന മകനുണ്ടായി. ചിത്രസേനന്റെ പുത്രൻ ദക്ഷൻ, ദക്ഷന്റെ പുത്രൻ മേഢ്വാൻ, അവന്റെ പുത്രൻ കൂർച്ചൻ, അവന്റെ പുത്രൻ ഇന്ദ്രസേനൻ. ഇന്ദ്രസേനന് വീതിഹോത്രൻ എന്ന പുത്രനുണ്ടായി. വീതിഹോത്രന്റെ പുത്രൻ സത്യശ്രോതസ്, അവന്റെ പുത്രൻ ഉരുശ്രോതസ്, അവന്റെ പുത്രൻ ദേവദത്തൻ. പിന്നെ ദേവദത്തന് അഗ്നിവീശ്യൻ എന്നു പേരുള്ള ഒരു മകനുണ്ടായി. ഇവൻ അഗ്നിഭഗവാൻ തന്നെയാണ് ആയിരുന്നു. കാഞ്ഞിൽ നിന്നും ജാതകം നിന്നും പ്രസിദ്ധനായ ഋഷി ഇവൻ തന്നെയാണ് എന്നാണ്. ഈ അഗ്നിവീശ്യനിൽ നിന്ന് അഗ്നിവിശ്യായനം എന്ന പേരോടുകൂടി ബ്രാഹ്മണ വംശമുണ്ടായി. ഇതുവരെ നരിഷ്യന്റെ വംശത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ദിഷ്ടന്റെ വംശത്തെ പറ്റി പറയാം. ദിഷ്ടപുത്രനായിട്ട് മറ്റൊരു നാഭാഗൻ എന്ന ആളുണ്ടായി. ഇനി പറയാൻ പോകുന്ന നാഭാഗനല്ല. കൃഷി, ഗോരക്ഷ മുതലായ പ്രവൃത്തികൾ ചെയ്തതിനാൽ ഈ നാഭാഗൻ വൈശ്യനായി തീർന്നു. നാഭാഗന്റെ പുത്രൻ ഫലന്തനൻ, അവന്റെ പുത്രൻ വത്സപ്രീതി, ഇവരെല്ലാം വൈശ്യ തന്നെ.
വത്സപ്രീതിയുടെ പുത്രൻ പ്രാംശു, പ്രാംശുവിന്റെ പുത്രൻ പ്രമതി, പ്രമതിയുടെ പുത്രൻ കരിത്രൻ, അവന്റെ പുത്രൻ ചാക്ഷൻ, അവന്റെ പുത്രൻ വിവിംശതി, വിംശതിയുടെ പുത്രൻ രംഭൻ, രംഭന്റെ പുത്രൻ ധാർമ്മികനായിട്ടുള്ള കരിനേത്രൻ പരീക്ഷത്തെ. ഈ കരിനേത്രന്റെ പുത്രൻ കരന്ധമൻ എന്നു പേരായിട്ടുള്ള മഹാരാജാവായിരുന്നു. തസ്യാവീക്ഷിസുതോ യസ്യാമരുതചക്രവർത്യഹോൽ സാമർത്തോ യാജയാദ്യം വൈ മഹായോഗ്യങ്കിരസ്തുതാഹ. ഈ കരന്ധമന്റെ പുത്രൻ അവിക്ഷിത്ത്, അവന്റെ പുത്രൻ മരുത്തൻ, അദ്ദേഹം ചക്രവർത്തിയായിത്തീർന്നു. അങ്കിരസിന്റെ പുത്രനും മഹായോഗിയുമായിട്ടുള്ള സാമർത്ഥൻ മരുത്തൻ എന്നു പേരുള്ള ഒരുവിന് വേണ്ടി ഒരു മഹായാഗം ചെയ്തു എന്ന് പ്രസിദ്ധിയുള്ളത് ഈ മരുത്തനാകുന്നു. മരുത്തന്റെ യജ്ഞം ഏതൊരു വിധമായിരുന്നുവോ അപ്രകാരമുള്ള ശ്രേഷ്ഠമായിട്ടുള്ള യജ്ഞം മറ്റാരും ചെയ്തിട്ടില്ല. ആ യാഗത്തിന് ഉപയോഗിച്ച എല്ലാ ഉപകരണങ്ങളും സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. അമാത്യന്ദ്രസ്വാമീന ദക്ഷിണാഭിദ്വിജാതയാ മരുത പരിവേഷ്ടാരോ വിശ്വദേവാസഭാസത. ആ യാഗത്തിൽ സോമരസം പാഞ്ഞ ഇന്ദ്രൻ മസ്തനായിത്തീർന്നു. ബ്രാഹ്മണരെ ദക്ഷിണകൾ കൊണ്ട് അതീവ സന്തുഷ്ടരായിത്തീർന്നു. മരുദേവന്മാരായിരുന്നു ഭക്ഷണം വിളമ്പിയത്. യാഗത്തിന് മേൽനോട്ടം വഹിച്ചത് വിശ്വദേവന്മാരായിരുന്നു. മരുത്തന്റെ പുത്രൻ ദമൻ, അവന്റെ പുത്രൻ രാജ്യവർദ്ധൻ, അവന്റെ പുത്രൻ സുധതി, സുധതിയുടെ പുത്രൻ നരൻ, അവനെ സൗധതയൻ എന്നും പറയാറുണ്ട്. ഈ നരന്റെ പുത്രനാണ് കേവലൻ. കേവലിൽ നിന്ന് ബന്ധുവാൻ ജനിച്ചു. അവന്റെ പുത്രൻ വേഗവാൻ, വേഗവാൻ എന്ന് ബന്ധു, ബന്ധുവിന്റെ പുത്രൻ തൃണബിന്ദു എന്ന രാജാവായിരുന്നു. ഉത്കൃഷ്ട ഗുണങ്ങളുടെ നിവാസസ്ഥാനമായിരുന്ന തൃണബിന്ദു മഹാരാജാവിനെ അപ്സര സ്ത്രീകളിൽ ശ്രേഷ്ഠയായിട്ടുള്ള അലംപുരുഷാദേവി ഭരിച്ചു. ആ ദേവിയിൽ പുത്രന്മാരും ഇടവിട എന്ന പേരുള്ള ഒരു കന്യകയും ജനിച്ചു. ഈ ഇടവിടയെ വിശ്വവസി എന്ന മഹർഷി പത്നിയായി സ്വീകരിച്ചു. അവർക്ക് കുബേരൻ എന്ന പുത്രനുണ്ടായി. അതിസൂക്ഷ്മബുദ്ധിയായിട്ടുള്ള കുബേരൻ യോഗേശ്വരനായിട്ടുള്ള സ്വന്തം പിതാവ് വിശ്വവസിൽ നിന്നും അത്യുത്കൃഷ്ടമായിട്ടുള്ള അന്തർധാന വിദ്യ അഭ്യസിച്ചു. വിശാലൻ, ശൂന്യബന്ധു, ധൂമ്രകേതു എന്നീ മൂന്ന് പേര് തൃണബിന്ദുവിന്റെ പുത്രന്മാരെ വംശത്തെ വർദ്ധിപ്പിച്ചു. വിശാലൻ വൈശാലി എന്ന പുരിയെ നിർമ്മിച്ചു. വിശാലിന്റെ പുത്രൻ ഹേമേന്ദ്രൻ, ഹേമേന്ദ്രന്റെ പുത്രൻ ധൂമ്രാക്ഷൻ, ധൂമ്രാക്ഷന്റെ പുത്രൻ സംയമൻ, സംയമന്റെ പുത്രൻ സഹദേവൻ, സഹദേവപുത്രൻ കൃശാശ്വൻ, കൃശാശ്വൻ സോമത്തോഹൽ യോശ്വമേധി ഇടപതിയും ഇഷ്ട്വാ പുരുഷമാവാഗ്രം ഗതിം യോഗീശ്വരാശ്രിത. കൃശാശ്വന്റെ പുത്രൻ സോമർത്തൻ, സോമർത്തൻ അനേകം അശ്വമേധങ്ങൾ കൊണ്ട് മഹാപുരുഷനായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പനെ ആരാധിച്ചു. അങ്ങനെ പരമഗതിയെ പ്രാപിച്ചു. സൗമത്തിസ്തു സുമതിൻ തൽസുതോ ജനമേജയ ഏതേ വൈശാലഭോവാനാതൃണബിന്ദു യശോധരാം. സോമത്തന്റെ പുത്രനായിട്ട് സുമതി ജനിച്ചു. സുമതിയുടെ പുത്രൻ ജനമേജയൻ വൈശാലപുരിയെ പാലിച്ചു വന്നിരുന്ന ഇവര് തൃണബിന്ദുവിന്റെ യശസ്സിനെ ലോകത്തിൽ നിലനിർത്തുന്നവരായി ആവുന്നു. ഇതോടുകൂടിയിട്ട് നവമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായം അവസാനിച്ച് സൂര്യവംശ നിരൂപണ പ്രകരണത്തിൽ കരുഷാദി വംശ നിരൂപണം ചെയ്തുകൊണ്ടാണ് 2ാമത്തെ അധ്യായം അവസാനിച്ചിരിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അത്ര